Another interesting live session of IELTS UKVI word order and sentence structure. This is me, Devika, one of the IELTS trainers from Tiju Sir Academy. So this is our Onam vacation IELTS UKVI first live. So I hope all of you celebrated Onam vacations along with your family members, relatives, friends. So okay, good morning, Joni. I hope all of your preparations are going well. Okay, so let's wait some more time for others to join for today's live session. So, നമ്മുടെ എല്ലാ IELTS UKVI മാത്രമല്ല എല്ലാ ലൈവ് സെഷൻസും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എൻകറേജ്മെൻറ്റും പ്രേയേഴ്സും കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. സോ ഇതേപോലെ തന്നെ ഈ ഒരു ലൈവ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ എല്ലാ IELTS ആസ്പിറൻസും എല്ലാ OET ആസ്പിറൻസും നമ്മുടെ ലൈവ് സെഷൻസ് അതേപോലെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് എല്ലാം തന്നെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലൈവ് സെഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം മൂവ് ഔട്ട് ചെയ്ത് എല്ലാ സെഷൻസും നിങ്ങൾ മാക്സിമം ആ ഒരു കണ്ടിന്യൂറ്റി ഒരു ലൈവ് സെഷനെയൊക്കെ സംബന്ധിച്ച് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതെ തന്നെ എല്ലാ ലൈവ് സെഷൻസും വളരെ അറ്റൻറ്റീവായിട്ട് തന്നെ നിങ്ങൾ കാണുക. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ എല്ലാവരും ഈ ഒരു ലൈവ് സെഷൻ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. So I am eagerly waiting for your comments, your positive support. So let's start today's live session. Meanwhile, ബാക്കിയുള്ളവർ കൂടി ജോയിൻ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് ലൈവ് സെഷൻ ഓഫ് വൺസ് അഗൈൻ IELTS UKVI വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ. സോ നമ്മൾ ലാസ്റ്റ് ആ ഒരു ലൈവ് സെഷൻസിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ടോപ്പിക്കാണ് അല്ലേ. സോ വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ, അതിലെ വേർഡ് ഓർഡറിലെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിപ്പിക്റ്റ് ചെയ്യുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. സോ ഐ ഹോപ്പ് എവരി വൺ റിമെമ്പർ വാട്ട് ദിസ് പാർട്സ് ഓഫ് സ്പീച്ച് ഓർ വാട്ട് ആർ ദി 8 പാർട്സ് ഓഫ് സ്പീച്ച്. ഏതൊക്കെയായിരുന്നു ആ ഒരു 8 പാർട്സ് ഓഫ് സ്പീച്ച്? എവരി വൺ. Okay, one more comment. Meaning, good morning. Very happy to see you. So, what are the 8 parts of speech? So, we know that there are 8 parts of speech. So, namakkariyam English language or this word order, for this word order, there are 8 parts of speech. അല്ലേ, ഈ ഒരു 8 parts of speech കൂടി ഒരു സെൻറ്റൻസിൽ വരുമ്പോഴാണ് ആ ഒരു സെൻറ്റൻസിൽ ഒരു കറക്റ്റ് മീനിങ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ദി 8 parts of speech are noun, pronoun, verb, adverb, adjective, preposition, conjunction and interjunction. So these are the 8 parts of speech. സോ നമ്മൾ എല്ലാ ലൈവ് സെഷനിലും ഇപ്പോൾ ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് എന്നൊരു ടോപ്പിക്ക് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഈ ഒരു സ്ലൈഡ് നമ്മൾ എല്ലാ ലൈവ് സെഷനിലും ഈ ഒരു സ്ലൈഡ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ആ ഒരു ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്തവർക്കായി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ പ്രീവിയസ് ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ അത് മിസ്സായി പോയവർക്കായി ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഈ ഒരു സ്ലൈഡ്, ഈ ഒരു ഡയഗ്രാം പോലെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ ലൈവ് സെഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദ 8 പാർട്സ് ഓഫ് സ്പീച്ച്. സോ നമ്മൾ നൗൺ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. നമ്മൾ എന്താണ് നൗൺ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നൗണിൻ്റെ എക്സാമ്പിൾസ് അതേപോലെ എക്സസൈസസ് നമ്മൾ പ്രീവിയസ് ലൈവ് സെഷനിൽ കണ്ടക്ട് ചെയ്തതാണ്. ദെൻ നമ്മൾ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡീൽ ചെയ്ത ഒരു പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പ്രൊനൗൺ ആയിരുന്നു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്ക്രൈബ് ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് അനദർ പാർട്ട് ഓഫ് സ്പീച്ച്, ദാറ്റ് ഈസ്
വേർബ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വേർബാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ഓൾ ദീസ് സെഷൻസ്, റിഗാർഡിംഗ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു മെൻഷൻ ഇറ്റ് ഇൻ യുവർ കമൻറ്റ് സെഷൻ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആണോ, ഇത് എഫക്റ്റീവ് ആണോ എന്ന് ഈ ഒരു കമൻറ്റിലൂടെ മാത്രമാണ് നമുക്ക് അണ്ടർസ്റ്റുഡ് ആവുന്നത്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾ ഓപ്പണായിട്ട് തന്നെ ഈ ഒരു കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ അത് നമുക്ക് ഈ ഒരു ലൈവ്, ഇന്നത്തെ ഈ ഒരു ലൈവ് കംപ്ലീറ്റ് ആവുന്നതിനുള്ളിൽ തന്നെ ഞാൻ മാക്സിമം എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നൗ വി മൂവ് ഓൺ ടു ദി അനദർ പാർട്ട് ഓഫ് സ്പീച്ച്, ദാറ്റ് ഈസ് വേർബ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് അല്ലെങ്കിൽ പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വേർബ്സ് ആണ്. വാട്ട് ഈസ് എ വേർബ്? എന്താണ് ഒരു വേർബ് എന്ന് പറയുന്നത്? ഓക്കെ, verbs are words that denote an action that is being performed by the noun or the subject in a sentence. Okay, so ഈ ഒരു സെൻറ്റൻസിലെ രണ്ട് വേർഡ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, വേർബ്സ് അതേപോലെ തന്നെ സബ്ജക്റ്റ്. സോ വേർബ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വേർബ്? വാട്ട് ഈസ് എ വേർബ്? ഓക്കെ, നൗൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, എ തിങ്, ഒബ്ജക്റ്റ് ഓർ ആൻ ഐഡിയ. അതേപോലെ പ്രൊനൗൺ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്. ഓക്കെ, വൺ മോർ കമൻറ്റ് റിസീവ്, ഹേമ ഹരിദാസ്, ഗുഡ് മോർണിംഗ്. So what is verbs? So what are called verbs? Verbs എന്താണ്? Verbs are words that denote an action. Okay, so ഈ ഒരു ആക്ഷൻ എന്ന ഒരു വേർഡിൽ സ്ട്രെസ് ചെയ്യുക. വേർബ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ആക്ഷൻ വേർഡ് അല്ലേ. ഒരു ആക്ഷൻ വേർഡിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ബീങ് പെർഫോംഡ് ബൈ ദ നൗൺ ഓർ ദ സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്. ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിലെ ആ ഒരു സെൻറ്റൻസിലെ നൗൺ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് പെർഫോം ചെയ്യുന്ന ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആക്ഷൻ വേർഡിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേർബ് ആർ ഓൾസോ കോൾഡ് ആക്ഷൻ വേർഡ്സ്. സോ ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ചിൽ ആക്ഷൻ വേർഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പാർട്ട് ഓഫ് സ്പീച്ച് ഏതാണ്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ വേർബ്. ഓക്കെ, സോ ഒരു വേർബാണ് ഈ ഒരു ആക്ഷൻ വേർഡ് എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഡിനോട്ട്സ് എൻ ആക്ഷൻ പെർഫോംഡ് ബൈ എ നൗൺ ഓർ എ സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ നൗൺ, കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആരാണോ ആ ഒരു നൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് പെർഫോം ചെയ്യുന്ന ആ ഒരു ആക്ഷനെ അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെ കാണിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വേർഡിനെയാണ്, ആ ഒരു ആക്ഷൻ വേർഡിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. And some examples of verbs are also provided in this particular slide. So verbsനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? read, sit, run, pick, garnish, come, etc. ഓക്കെ, സോ ഇതാണ് ആ ഒരു വേർബിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. റീഡ്, വായിക്കുക, അതൊരു പ്രവൃത്തിയല്ലേ, അതൊരു ആക്ഷൻ ആണല്ലേ. റീഡ്, ഹി റീഡ് അറ്റ് എ കോർണർ, അല്ലെങ്കിൽ ഹി റെഡ് ആൻ എക്സൈറ്റിംഗ് ബുക്ക്. സോ അവിടെയും നമ്മൾ ഈ ഒരു റീഡ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു ഹി എന്ന ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു നൗൺ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ആക്ഷനാണ് എന്തെന്ന് പറയുന്നത്? റീഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെൻറ്റൻസിലെ ആ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിലെ വേർബ് എന്ന് പറയുന്നത് റീഡാണ്. അതേപോലെ സിറ്റ്, ഇരിക്കുക, റൺ, ഓടുക, പിക്ക് ചെയ്യുക, എടുക്കുക, ഗാർണിഷ്, അലങ്കരിക്കുക, ഗാർണിഷ് ചെയ്യുക, കം, വരിക. ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ് അല്ലേ. അഥവാ നമ്മളൊരു പ്രവൃത്തി, വേർബ് ഈസ് എ ഡൂയിങ് വർക്ക് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അതായത് ഒരു പ്രവൃത്തി ചെയ്യുക, ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേർബ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണോ? വാട്ട് ഈസ് എ വേർബ്? അതേപോലെ അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദെൻ സം മോർ പോയിൻറ്റ്സ് റിഗാർഡിങ് വേർഡ് ഈസ് എ വേർബ്. ഓക്കെ, വേർബ് ഒരു ആക്ഷൻ വേർഡാണെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസും കണ്ടു. ഇനി ഈ ഒരു വേർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വേർഡ് മാത്രമാണോ അതോ അത് പെർട്ടിക്കുലർലി സ്പെസിഫിക് ആയിട്ട് എന്തിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. So a verb is a word that indicates a physical action. Okay, so action ആണ് verb, but ആ ഒരു ആക്ഷനിലും എന്തൊക്കെ ആക്ഷൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോ a verb indicates a physical action. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫിസിക്കൽ ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഫിസിക്കൽ ആക്ഷൻ എക്സാമ്പിളാണ് ഡ്രൈവ് എന്ന് പറയുന്നത്, ബിക്കോസ് നമ്മൾ ഫിസിക്ക് യൂസ് ചെയ്തല്ലേ, ഫിസിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. And the second one is mental action. So verb is not only a physical action but also a mental action. Physical action മാത്രമല്ല ഒരു mental action കൂടിയാണ് verb എന്ന് പറയുന്നത്. So mental action എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കാം?
think. Okay, so you can see it in that brackets itself. Think ആണ് മെൻ്റൽ ആക്ഷന് എക്സാമ്പിളായിട്ട് വരുന്നത്. തിങ്ക്, ആലോചിക്കുക, അതും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലേ. ബട്ട് അത് ഫിസിക്ക് യൂസ് ചെയ്തിട്ടാണോ? നോ, നമ്മൾ വിത്ത് അവർ ബോഡി, നമ്മൾ വിത്ത് അവർ ബ്രെയിൻ അല്ലേ നമ്മൾ തിങ്ക് ചെയ്യുന്നു. And also a verb is a state of being or the action or a state of being. For example, exist ചെയ്യുക, നിലനിൽക്കുക. ഓക്കെ, സോ നിലനിൽക്കുക, ആലോചിക്കുക, ഡ്രൈവ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഈ ഒരു ഓരോ ആക്ഷനെയും, സോ അത് ഫിസിക്കലാവാം, മെൻ്റലാവാം, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങും ആവാം. സോ വേർബ് എന്ന് പറയുന്നത് കളക്റ്റീവ് ഓർ ഓൾ ടുഗെദർ കോൾഡ് ആൻ ആക്ഷൻ വേർഡ്, ബട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ് സർട്ടൻ മെൻ്റൽ ആക്ഷൻ, ഫിസിക്കൽ ആക്ഷൻ ആസ് വെൽ ആസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളെയാണ് ഈ വേർബ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. And verbs indicate what the subject of a sentence is doing. ഈ verb indicate ചെയ്യുന്നത് what the subject of a sentence is doing. ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിലെ ആ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള പ്രവൃത്തി എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു പാർട്ട് ഓഫ് സ്പീച്ച് ആണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ വേർഡാണ് verb അഥവാ verbs എന്ന് പറയുന്നത്. Every complete sentence must contain at least one verb. Okay, so ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അതിൽ ഒരു നൗൺ മാത്രമായിരിക്കില്ല, ഒരു സബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് മാത്രമായിരിക്കില്ല. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ വെർബ്. അറ്റ്ലീസ്റ്റ് ആണ് പറയുന്നത്, ഒരു വെർബെങ്കിലും ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിൽ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു വെർബ്, ഒരു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് പോലെ തന്നെ ഈ ഒരു വെർബ് കൂടി ഒരു സെൻറ്റൻസിൽ വന്നെങ്കിൽ മാത്രമാണ് ആ ഒരു സെൻറ്റൻസിനെ നമുക്ക് കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റുന്നത്. കംപ്ലീറ്റ് സെൻറ്റൻസ് അതർവൈസ് then only they can convey, or then only that sentence can convey correct meaning. ഓക്കെ, ഒരു കറക്റ്റ് മീനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ വെർബ്. മോർ ദാൻ വൺ വെർബ് വരാം, ഒന്നിൽ കൂടുതൽ വെർബ് വരാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വെർബെങ്കിലും ആ ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു കറക്റ്റ് മീനിങ് കൺവേ ചെയ്യുന്ന സെൻറ്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു വാട്ട് ഈസ് എ വെർബ് ആൻഡ് എന്തൊക്കെ വെർബിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആക്ഷൻസ് ഏതൊക്കെയാണ്, അതേപോലെ ഈ ഒരു വെർബ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിന് ഒരു കംപ്ലീറ്റ് മീനിങ് കൊടുക്കുന്നു എന്നുകൂടെയാണ് നമ്മൾ ഈ ഒരു 2 സ്ലൈഡിലൂടെ ഡിസ്ക്രൈബ് ചെയ്തത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, സോ വേർബ് എന്താണെന്ന് നമ്മൾ കണ്ടു, എന്താണ് ഒരു വേർബ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ആ ഒരു വേർബ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു സ്ക്രീനിൽ എക്സാമ്പിൾസ് ഓഫ് വേർബ്സ് യൂസ്ഡ് ഇൻ സെൻറ്റൻസസ് ആർ പ്രൊവൈഡഡ്. സം മോർ എക്സാമ്പിൾസ്. ഓക്കെ, ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഒരു വേർബ് യൂസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വേർബ്, ഏതൊക്കെയാണ് ഈ ഒരു സെൻറ്റൻസിലെ വേർബ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സം മോർ എക്സാമ്പിൾസ് ആർ പ്രൊവൈഡഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ സ്ലൈഡ്. So the first example is she plays cricket every day. Okay, ഇതാണ് ആ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഷീ പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ. ഓക്കെ, സോ ഈ ഓരോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിലും അതിൽ ഓരോ വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. സോ ആ ഒരു ഹൈലൈറ്റഡ് വേർഡ് ആയിരിക്കും ആ ഓരോ പെർട്ടിക്കുലർ സെൻറ്റൻസിലെ വേർബ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഷീ എന്ന് പറയുന്നത് അവിടെ സബ്ജക്റ്റ് ആണ്. പ്ലേസ് എന്ന് പറയുന്നത് ഷീ എന്ന സബ്ജക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത്, പ്ലേസ് എന്ന് പറയുന്നത്. എന്താണ് പ്ലേ ചെയ്യുന്നത്? ക്രിക്കറ്റ് എവറി ഡേ. ഷീ പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ. അവൾ എന്നും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഓക്കെ, സോ വൺ മോർ കമൻറ്റ്. പ്രിയ സണ്ണി, ഗുഡ് മോർണിംഗ്, ഹലോ, വെൽക്കം ടു ടുഡേയ്സ് ലൈവ് സെഷൻ. സോ ഷീ പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ. അവൾ എന്നും ക്രിക്കറ്റ് കളിക്കും. സോ ഇവിടെ അവൾ ആ ഒരു സബ്ജക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള അവൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിക്കറ്റാണ് പ്ലേ ചെയ്യുന്നത്, പക്ഷേ ക്രിക്കറ്റ് എന്താണ് ചെയ്യുന്നത്? പ്ലേ ചെയ്യുകയാണ്, കളിക്കുകയാണ്. അവിടെ കളിക്കുക അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നതാണ് വേർബ് എന്ന് പറയുന്നത്. ബിക്കോസ് ആ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് പ്ലേസ് ആണ്. സോ ദാറ്റ് ആക്ഷൻ വേർഡ് ഇറ്റ് സെൽഫ് ഈസ് ദാറ്റ് വേർബ്. ഓക്കെ, ദാറ്റ് ഈസ് പ്ലേസ്. ആൻഡ് ദ സെക്കൻഡ് എക്സാമ്പിൾ, ദർശന ആൻഡ് അരുൺ ആർ ഗോയിങ് ടു ദി മൂവീസ്. ദർശനയും അരുണും ആർ ഗോയിങ് ടു ദി മൂവീസ് കാണാൻ പോവുകയാണ്. മൂവീസ് കാണാൻ പോവുകയാണ്. ഓക്കെ, സോ ദർശന ആൻഡ് അരുൺ. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 സബ്ജക്റ്റ് ഉണ്ട് അല്ലേ, ദർശന അതേപോലെ അരുൺ.
ആർ ഗോയിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഈസ് അല്ല, പ്ലൂറലാണ്, പ്ലൂറൽ സബ്ജക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദർശന ആൻഡ് അരുൺ ആർ ഗോയിങ്, ഈസ് ഗോയിങ് അല്ല, ആർ ഗോയിങ്. സോ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആർ ഗോയിങ് ആണ് അല്ലേ. സോ ഇവിടെ ഗോയിങ് എന്ന് പറയുന്നത് മാത്രമല്ല, ആർ ഗോയിങ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് എന്ന് പറയുന്നത്. ആൻഡ് ദി തേർഡ് എക്സാമ്പിൾ ഈസ് മൈ ഫ്രണ്ട്സ് വിസിറ്റഡ് മീ ലാസ്റ്റ് വീക്ക്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ലാസ്റ്റ് വീക്കിൽ എന്നെ വിസിറ്റ് ചെയ്തിരുന്നു. സോ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് അല്ലെങ്കിൽ അവർ ചെയ്ത ഈ ഒരു ഫ്രണ്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? വിസിറ്റ് ആയിരുന്നു, വിസിറ്റ് ചെയ്യുക. സോ വിസിറ്റഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിലെ ആക്ഷൻ വേർഡ് എന്ന് പറയുന്നത്. അതായത് വേർബ് എന്ന് പറയുന്നത് വിസിറ്റഡ് ആണ്. ആൻഡ് ദി ഫോർത്ത് എക്സാമ്പിൾ, ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിലെ വേർബ് എന്ന് പറയുന്നത് ഡിഡ് അതേപോലെ ഹാവ് ആണ്. ഇപ്പോൾ ഒരു ചെറിയ ഡൗട്ട് എല്ലാവർക്കും കാണും. നമുക്ക് ഈ ഒരു ടൈപ്സ് ഓഫ് വേർബ്സ് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്ലൈഡ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ക്ലാരിഫൈ ആകും. ആൻഡ് ദി ലാസ്റ്റ് എക്സാമ്പിൾ ഈസ് മൈ നെയിം ഈസ് മീനാക്ഷി കിഷോർ. മൈ നെയിം ഈസ്, എൻ്റെ പേര് മീനാക്ഷി കിഷോർ എന്നാകുന്നു, എൻ്റെ പേര് മീനാക്ഷി കിഷോർ എന്നാണ്. സോ ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞു എല്ലാ സെൻറ്റൻസിലും അറ്റ്ലീസ്റ്റ് വൺ വേർബ് എങ്കിലും കാണുമെന്നല്ലേ. സോ ഈ ഒരു ലാസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു വേർബ് അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആക്ഷൻ വേർഡ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു വേർഡ് ഈസ് ആണ്. ഈസ് ദാറ്റ് വേർബ് ഇൻ ദി ലാസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, so is it clear for you these examples? All of you, എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആണോ? വേർബ് എന്താണ്, എങ്ങനെ എക്സാമ്പിൾ യൂസ് ചെയ്യുന്നു? So now we can move on to the types of verb. Okay, സോ ഈ ഒരു വേർബ് എന്താണ്, വേർബിനെ പറ്റി നമ്മളൊരു ഇൻട്രോ കഴിഞ്ഞല്ലേ, അതേപോലെ വേർബ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസും നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ടൈപ്സ് ഓഫ് വേർബ്. ഓക്കെ, വേർബ് ഇറ്റ് സെൽഫ് ഇസ് എൻ ആക്ഷൻ വേർഡ് ബട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്. ഈ വേർബ് തന്നെ പല വിധമുണ്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആർ ദെയർ ഫോർ എ വേർബ്. സോ ഏതൊക്കെയാണ് ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, എന്തൊക്കെയാണ് പെർട്ടിക്കുലർ ഫീച്ചേഴ്സ്, അതേപോലെ എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ, എങ്ങനെയാണ് ഈ ഓരോ ടൈപ്സ് ഓഫ് വേർബും ഒരു സെൻറ്റൻസിൽ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് വേർബ് ദറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ലിങ്കിങ് വേർബ്സ്. ലിങ്കിങ് വേർബ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈപ്സ് ഓഫ് വേർബ് എന്ന് പറയുന്നത് ലിങ്കിങ് വേർബ്സ്. A linking verb connects the subject of a sentence with a subject complement. Okay, linking verb എന്ന് പറയും. ലിങ്കിങ് എന്നുള്ള വേർഡ് തന്നെ എന്താണ്? ലിങ്ക് ചെയ്യുക മീൻസ് വാട്ട്? കണക്റ്റ് ചെയ്യുക അല്ലേ. സോ ഒരു ലിങ്ക് ചെയ്യുക, എന്തൊക്കെ തമ്മിലാണ് ലിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, ലിങ്കിങ് വേർബ് കണക്ട്സ് ദ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് വിത്ത് എ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ അതിൻ്റെ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റായിട്ട് സബ്ജക്റ്റിനെ ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുക. അത്തരത്തിലുള്ള വേർബിനെയാണ് നമ്മൾ ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. That is a noun or adjective that describes it. സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ അത് ഒരു നൗൺ ആവാം, ഒരു അഡ്ജക്റ്റീവ് ആവാം. ദറ്റ് ഡിസ്ക്രൈബ്സ് ഇറ്റ്. ഓക്കെ, ആ ഒരു സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു നൗൺ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആകാം ഈ ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് കൊണ്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. സോ ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ അതിൻ്റെ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റായിട്ട് കണക്റ്റ് ചെയ്യുക, അതിനെയാണ് ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. കോമൺ ലിങ്കിങ് വേർബ്സ് ഇൻക്ലൂഡ്. സോ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ടൈപ്സ് ഓഫ് വേർബ്. കോമൺ ലിങ്കിങ് വേർബ്സ് ഇൻക്ലൂഡ്. സോ കോമൺ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്കിങ് വേർബ്സ് ഏതൊക്കെയാണ്? ഇൻക്ലൂഡ് ദ വേർബ്സ് ബി, സീം, ബിക്കം ആൻഡ് ഫീൽ. സോ ആ ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമാസിൽ നോട്ട് ചെയ്തിരിക്കുന്നതാണ് ലിങ്കിങ് വേർഡ്സ് എന്ന്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്കിങ് വേർബ്സ് എന്ന് പറയുന്നത് ബി, സീം, ബിക്കം, ഫീൽ. ഇതൊക്കെയാണ് കോമൺ ലിങ്കിങ് വേർബ്സിന് എക്സാമ്പിൾ. ഓക്കെ, സോ ഹൗ ടു കൺസ്ട്രക്ട് ഓർ ഹൗ ദീസ് ലിങ്കിങ് വേർബ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ എ സെൻറ്റൻസ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ ഈ ഒരു ലിങ്കിങ് വേർബ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ക്ലിയർ ആയി. സോ എങ്ങനെ ഇതൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാം. സോ ഒരു 2 sentences ആർ പ്രൊവൈഡഡ് ഹിയർ വിത്ത് ദാറ്റ് എക്സാമ്പിൾ. ഫസ്റ്റ് വൺ, ഫിയോൺ ഈസ് പ്രൗഡ്. ഫിയോൺ ഈസ് പ്രൗഡ്. ഓക്കെ, ഫിയോൺ വളരെ പ്രൗഡാണ്. ഫിയോൺ ഈസ് പ്രൗഡ്.
സോ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. ദറ്റ് ഈസ് ഓൾസോ ഹൈലൈറ്റഡ്. ആൻഡ് ദി സെക്കൻഡ് എക്സാമ്പിൾ ഈസ് ദ പില്ലോ ഫീൽസ് സോഫ്റ്റ്. ദ പില്ലോ ഫീൽസ് സോഫ്റ്റ്. പില്ലോ ഭയങ്കര മൃദുലമായിരിക്കുന്നു അല്ലെങ്കിൽ സോഫ്റ്റ് ആയിരിക്കുന്നു. സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ദ പില്ലോ ഫീൽസ് സോഫ്റ്റ്. ഫീൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. വേർബ് അല്ല, ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത് ദ പില്ലോ ഫീൽസ് സോഫ്റ്റ്. Okay, so most linking verbs can also be used as action verb rather than a state. So mostly linking verbs can also be used as action verb. നമുക്ക് ഓരോ ലിങ്കിങ് വേർഡ്സും നമുക്കൊരു ആക്ഷൻ വേർബായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ലിങ്കിങ് വേർബ്സ് എന്ന് പറയുന്നത്. സോ ലിങ്കിങ് വേർബ് എന്ന് പറയുമ്പോൾ വൺസ് അഗെയിൻ എന്തായിരുന്നു ലിങ്കിങ് വേർബ്സ്? ഒരു സബ്ജക്റ്റിനെ, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിലെ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് അതേപോലെ നൗണ്, സോ ആ ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു വേർബിനെയാണ് നമ്മൾ ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ most linking verbs can also be used as action verbs describing a specific action rather than a state. മോസ്റ്റ്ലി ലിങ്കിങ് വേർബ്സ് ഒരു ആക്ഷൻ വേർബായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ആക്ഷനെ ആയിരിക്കും റാദർ ദാൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനെക്കാട്ടിലും ഒരു ആക്ഷനെ ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ, സോഫി ഫീൽസ് ദ പില്ലോ. ഓക്കെ, സോഫി ഫീൽസ് ദ പില്ലോ. ഇവിടെ ഒരു സ്റ്റേറ്റിനെക്കാട്ടിലും ഒരു ആക്ഷൻ, ഫീൽസ് എന്ന ആക്ഷനെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ മോസ്റ്റ്ലി അല്ലെങ്കിൽ കൂടുതലും ഈ ഒരു ലിങ്കിങ് വേർബ്സ് ആക്ഷൻ വേർബ്സ് ആയിട്ട് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു സ്പെസിഫിക് ആക്ഷൻ ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Okay, one more comment. Robin, good morning. Okay, and the next type of verb is auxiliary verbs. What is an auxiliary verb or what are auxiliary verbs? Okay, so there are different types of verbs. The first verb that we discussed was auxiliary verbs, linking verbs. So now we are going to discuss what is an auxiliary verb. എന്താണ് ഒരു auxiliary verb? Auxiliary verbs also called helping verbs. Okay, so അതൊന്ന് സ്ട്രെസ് ചെയ്യുക. ഓക്സിലറി വേർബ്സിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. ദ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന ആ ഒരു വേർഡ്, ആ ഒരു 2 വേർഡ്സ് ഹെൽപ്പിംഗ് വേർബ്സ് എന്നത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓക്സിലറി വേർബ്സിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദി ഓക്സിലറി വേർബ്സ് ഇൻക്ലൂഡ് verbs such as be, do and have. So auxiliary verbsന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് be, അതേപോലെ do, അതേപോലെ have. They are used in combination with another main verb to modify its meaning. But ഈ ഒരു be, do, have എന്നൊക്കെ പറയുന്ന auxiliary verbs ഒരിക്കലും it cannot stand by itself. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു verbs സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല. They are used mostly നല്ല ഈ ഒരു ഓക്സിലറി വേർബ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു മെയിൻ വേർബിൻ്റെ കൂടി ആയിരിക്കും. ഒരു മെയിൻ വേർബിൻ്റെ ഒപ്പമായിരിക്കും നമ്മൾ ഈ ഒരു കമ്പൈൻ ചെയ്ത ഒരു കോമ്പിനേഷൻ പോലെ ആയിരിക്കും ഈ ഒരു ഓക്സിലറി വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു മോഡിഫൈ ഇറ്റ്സ് മീനിങ്, അതിൻ്റെ മീനിങ് മോഡിഫൈ ചെയ്യാനായി നമ്മളൊരു കമ്പൈൻഡ് ആയിട്ട് ആയിരിക്കും നമ്മൾ ഈ ഒരു ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യുന്നത്. സോ ഓക്സിലറി വേർബ്സിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ്, അതായത് ഹെൽപ്പ് ചെയ്യാൻ, മെയിൻ വെർബിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പൈൻ ചെയ്യുന്ന വേർബാണ് ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. Auxiliary verbs can be used to indicate tense, mood and voice. Okay, so the speciality of auxiliary verbs, or in what ways, all are the ways in which auxiliary verbs are used. Auxiliary verbs യൂസ് ചെയ്യുന്ന കുറച്ച് എന്തൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് auxiliary verbs സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്നത്? ടു ഇൻഡിക്കേറ്റ് ടെൻസ്, മൂഡ് ആൻഡ് വോയിസ്. ടെൻസ്, അതേ ഒരു സെൻറ്റൻസിലെ ടെൻസ് അല്ലെങ്കിൽ ആ ഒരു ടെൻസിൻ്റെ മൂഡ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൻ്റെ വോയിസ് മീൻസ് എന്താണ്? ഫോളിങ് ഇൻറ്റോണേഷൻ, ടോണ്, ടെൻസ്, മൂഡ്, വോയിസ്, ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർബാണ് ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. They are also used to form negative statements which when used with words such as not and never. അതേപോലെ ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഓക്സിലറി വേർബ്സ്. when used with words such as not and never. not, never എന്നുള്ള വേർഡ്സിൻ്റെ കൂടെ ഈ ഒരു ഓക്സിലറി വേർബ് യൂസ് ചെയ്യും. എപ്പോഴാണ്? in order to form or in order to construct a negative statement. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാനായി നമ്മൾ ഈ ഒരു ഓക്സിലറി വേർബ്
ഏതൊക്കെ വേർഡ്സിൻ്റെ കൂടെ യൂസ് ചെയ്യും? നോട്ട്, നെവർ പോലുള്ള വേർഡ്സിൻ്റെ കൂടെയും ഈ ഒരു ഓക്സിലറി വെർബായ ബി, ഡു, ഹാവ് ഒക്കെ യൂസ് ചെയ്യും ഇൻ ഓർഡർ ടു ഫോം ഓർ കൺസ്ട്രക്ട് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, so I hope it's clear for you what is an auxiliary verb. So auxiliary verb is nothing but it's a helping word. Okay, and one more comment. Joby, good morning. And now we move on to the example. So auxiliary verb എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ what are the examples? auxiliary verbിന് എക്സാമ്പിൾ എന്താണ്? ഈ ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ നോക്കുമ്പോൾ ഗോ ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും എങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഓരോ വേർബ്സും എന്താണ്, അല്ലെങ്കിൽ ആ ഓരോ വേർബ്സിൻ്റെയും എക്സാമ്പിൾ അല്ലെങ്കിൽ എന്താണെന്ന് മാത്രമല്ല, നമ്മളത് എങ്ങനെ ഒരു സെൻറ്റൻസിന് കൺസ്ട്രക്റ്റ് ചെയ്യണം, അല്ലേ? ആ ഒരു സെൻറ്റൻസിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, പുട്ട് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുകൂടി നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ ടൈപ്പ് ഓഫ് വേർബ്സിനും നമ്മൾ അതാത് എക്സാമ്പിൾസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് I am waiting. I is the subject, am is the auxiliary verb they used here, and waiting is the verb. Okay, I am waiting. So waiting എന്ന് പറയുന്ന ഒരു മെയിൻ വേർബിനെ അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നതാണ് am എന്ന് പറയുന്ന auxiliary verb. And the second example, did you enjoy the meal? Enjoy എന്ന് പറയുന്ന വേർബിനെ, മെയിൻ വേർബിനെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മീനിങ് കുറച്ചുകൂടി കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വേർബാണ് did. And the third example, the door was locked. ലോക്ക് എന്ന് പറയുന്ന മെയിൻ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു മീനിങ് കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വേർബാണ് was എന്ന് പറയുന്നത്. And the last example, Alicia has not spoken to me for a week. Has നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. have, has ഒക്കെ ഓക്സിലറി വേർബാണ്. has not spoken to me. spoken എന്ന് പറയുന്ന ആ ഒരു മെയിൻ വേർബിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ, കറക്റ്റ് മീനിങ് മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിലെ ഓക്സിലറി വേർബാണ് ഹാസ് നോട്ട്. സോ ഇവിടെ ഹാസ് നോട്ട് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? സോ അലീഷ്യ ഹാസ് നോട്ട് സ്പോക്കൺ ടു മീ ഫോർ എ വീക്ക്. ആസ് ഐ ഓൾറെഡി മെൻഷൻ, നോട്ടിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഹാസ് നോട്ട്, അല്ലേ? ഹാസ് നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ അതിനുള്ളൊരു എക്സാമ്പിൾ കൂടി നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി കോൾ ആൻ ഓക്സിലറി വെർബ് ആൻഡ് ഹൗ ദിസ് ഓക്സിലറി വെർബ്സ് ആർ കൺസ്ട്രക്ട് ക്ലിയർലി ഇൻ എ സെൻറ്റൻസ്. ഓക്കെ, so is it clear for you what is a linking verb as well as what is an auxiliary verb? Clear ആണോ ഈ ഒരു രണ്ട് വേർബ്സും? Do you have any doubts regarding these two types of verb? Everyone please respond. Actually I am waiting for your response. So if these two types are clear for you, I can move forward with another slide. So everyone please respond. Is it clear ആണോ? Do you have any doubts regarding these sessions? Okay, so I hope ആരും തന്നെ കമൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഐ തിങ്ക് ഓൾ യുവർ ഡൗട്ട്സ് ആർ ക്ലിയർ ആൻഡ് I think all these topics that I discussed, all these two types of verbs are very much clear for you. So now I will move on to the next slide, to the next type of verb. Okay. So the next type of verb is modal verbs. എന്താണ് modal verbs? Okay, Annie, Josh, clear. Thank you, Annie. Thank you for your response. Okay, what is a modal verb? അല്ലെങ്കിൽ എന്താണ് modal verbs? So two types of verbs നമ്മൾ already discuss ചെയ്ത് കഴിഞ്ഞു. Linking verbs, അതേപോലെ auxiliary verbs. So the next type of verb is modal verbs. എന്താണ് ഒരു modal verb എന്ന് പറയുന്നത്? Modal verbs are auxiliary verbs. Okay, modal verbs എന്ന് പറയുന്നതും ഒരു auxiliary verb തന്നെയാണ്. But the speciality is that it is used along with another main verb to express ability, permission, possibility, necessity or obligation. Okay,
സോ മോഡൽ വേർബ് എന്ന് പറയുന്നതും ഒരു ഓക്സിലറി വേർബാണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് അലോങ് വിത്ത് അനദർ മെയിൻ വെർബ്. ഒരു സെൻറ്റൻസിലെ മെയിൻ വെർബിൻ്റെ ഒപ്പം അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി വെർബിനെയാണ് നമ്മൾ മോഡൽ വെർബ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ വരുന്ന ദ ഡിഫറൻസ് ഈസ് ദാറ്റ് നമ്മൾ ഈ ഒരു മോഡൽ വെർബ്സ് യൂസ് ചെയ്യുന്നത് എബിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ, നമ്മുടെ കഴിവിനെ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ പെർമിഷൻ അനുവാദം, പോസിബിലിറ്റി സാധ്യത, നെസസിറ്റി ആവശ്യകത, ഓർ ഒബ്ലിഗേഷൻ ഒബ്ലൈജ് ചെയ്യുക ഒബ്ലിഗേഷൻ, ഈ ഒരു ഇത്തരത്തിലുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഈ ഒരു എബിലിറ്റി, പെർമിഷൻ, പോസിബിലിറ്റി, നെസസിറ്റി, ഒബ്ലിഗേഷൻ ഇതിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു വേർബാണ്, അല്ലെങ്കിൽ ഇതിന് ഇത്തരത്തിലുള്ള എബിലിറ്റി, പെർമിഷൻ, പോസിബിലിറ്റി, നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ ഇത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിനെയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു വേർബ്സിനെയാണ് നമ്മൾ മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്. സോ മോഡൽ വേർബ്സ് എന്താണെന്ന് ക്ലിയർ ആണോ? മോഡൽ വേർബ്സ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് തന്നെയാണ്, പക്ഷേ അവിടെ ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ എബിലിറ്റിയും നെസസിറ്റിയും ഒബ്ലിഗേഷനെയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഇത്തരത്തിലുള്ള ഫീലിങ്സിനെയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മോഡൽ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ മെയിൻ മോഡൽ വെർബ്സ്. സോ ഏതൊക്കെയാണ് ആ ഒരു മെയിൻ മോഡൽ വെർബ്സ്, അല്ലെങ്കിൽ മെയിൻ മോഡൽ വെർബ്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought, shall, should, will and would. So these are the examples of main modal verbs. Okay, so can present tense past tense രീതിയിലാണ്. Can, could, may, might, must, ought, shall, should, will, would. ഇതൊക്കെയാണ് മോഡൽ വേർബ്സ് അല്ലെങ്കിൽ മെയിൻ മോഡൽ വേർബ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, മോഡൽ വേർബ്സ് ഡു നോട്ട് ചേഞ്ച് ഫോം. സോ അതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. മോഡൽ വേർബ്സ് ഒരിക്കലും അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്യുന്നില്ല. മോഡൽ വേർബ്സ് ഒരിക്കലും അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദ എക്സാമ്പിൾസ് ഈസ് ഓൾസോ പ്രൊവൈഡഡ്. ഫസ്റ്റ് വൺ, ഐ ക്യാൻ റീഡ് അറബിക് ആൻഡ് ഹിബ്രു. എനിക്ക് അറബിക്കും അതേപോലെ ഹിബ്രുവും വായിക്കുവാൻ സാധിക്കും. ക്യാൻ, ഇവിടെ ക്യാൻ ഈ ഒരു സ്പെസിഫിക് സെൻറ്റൻസിൽ ക്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനെ കാണിക്കാനാണ്, എന്തിനെ എക്സ്പ്രസ് ചെയ്യാനാണ്? എൻ്റെ എബിലിറ്റിയെ, എൻ്റെ കഴിവിനെയാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലേ. ഐ ക്യാൻ, എനിക്ക് സാധിക്കും, എനിക്ക് അറബിക്കും ഹിബ്രുവും വായിക്കാൻ സാധിക്കും. സോ ഇവിടെ എൻ്റെ എബിലിറ്റിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ എബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന മോഡൽ വേർബാണ് ക്യാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? The second example is Martin should speak a little louder. മാർട്ടിൻ കുറച്ചുകൂടി ഉറക്കെ പറയേണ്ടതുണ്ട്. ഓക്കെ, മാർട്ടിൻ കുറച്ചുകൂടി ഷുഡ് സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ, കുറച്ചുകൂടി സ്പീക്ക് ചെയ്യേണ്ടതുണ്ട്. അത് മാർട്ടിൻ്റെ ആവശ്യകതയാണ്, പോസിബിലിറ്റി അല്ലെങ്കിൽ നെസസിറ്റി, അത് അവൻ്റെ ആ ഒരു മാർട്ടിൻ്റെ ആ ഒരു ആവശ്യകതയാണ്, അവൻ കുറച്ചുകൂടി സംസാരിക്കണം എന്നുള്ളത്. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മോഡൽ വേർബ് എന്ന് പറയുന്നത് ഷുഡാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ടാലിയ ought to perform at the talent show. ഓക്കെ, ടാലിയ ആ ഒരു ടാലൻറ്റ് ഷോയിൽ ought to എന്താണ്? ought to perform അല്ലെങ്കിൽ might, must, ought എന്നൊക്കെ പറയുന്നത് എന്താണ്? അവൾ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ടാലൻറ്റ് ഷോയിൽ ടാലിയ ought to perform, അവിടെ ടാലൻറ്റ് ഷോയിൽ പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു മോഡൽ വേർബ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇറ്റ്സ് ought to ആണ് ഈ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന മോഡൽ വേർബ്. ഓക്കെ, സോ നമ്മളുടെ കഴിവിനെ, നമ്മളുടെ പെർമിഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റി, സാധ്യത, ആവശ്യകത, ഒബ്ലിഗേഷൻ, നമ്മുടെ കടമ ഇത്തരത്തിലുള്ളതിനെയെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മോഡൽ വേർബ്സ്. മോഡൽ വേർബ്സ് ആയിട്ട് നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നതാണ് ക്യാന്, കുഡ്, ഷാള്, ഷുഡ്, വില്ല്, വുഡ് അല്ലേ. സോ എല്ലാവർക്കും നമ്മളൊരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ, സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഈ ക്യാന്, കുഡ് ഈ ഒരു മോഡൽ വേർബ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ കറക്റ്റ് എങ്ങനെ ഈ ഒരു മോഡൽ വേർബ്സ് കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് എല്ലാവർക്കും എപ്പോഴും ഡൗട്ട് അല്ലേ. സോ ഇപ്പോൾ മനസ്സിലായോ? നമ്മളുടെ എബിലിറ്റിയെ കാണിക്കാനാണെങ്കിൽ ക്യാൻ യൂസ് ചെയ്യണം. അതേപോലെ അത്തരത്തിൽ ഓരോ മോഡൽ വെർബിനും ഓരോ ഫംഗ്ഷനാണുള്ളത്. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരു പാസ്റ്റ് എബിലിറ്റി ആണെങ്കിൽ അപ്പോൾ കുഡ് യൂസ് ചെയ്യുക. ഓക്കെ, സോ അതേപോലെ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഡെപ്പിക്റ്റ് ചെയ്യാൻ, സജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോഡൽ വെർബ്സ് ആണ് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought, shall, should, will and would. Okay, so this is what we call modal verbs. And then what is a phrasal verb? A phrasal verb is a phrase made up of two or more words that acts as an individual verb.
എ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ്, അല്ല ഇറ്റ് സെൽഫ് ഇസ് എ ഫ്രേസ്, ബട്ട് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 or more വേർഡ്സ് ദാറ്റ് ആക്ട്സ് ആസ് എൻ ഇൻഡിവിജ്വൽ വേർബ്. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേർഡ്സ് ആയിരിക്കും ഈ ഒരു ഫ്രേസ് ആണ്, ബട്ട് അതിൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേർഡ്സ് കാണും. ഈ ഒരു വേർഡ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ വേർബ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആക്ഷൻ വേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇത് പിക്ക് ഔട്ട് ചെയ്ത് നമ്മൾ നോക്കിയാൽ തന്നെ അത് തന്നെ എന്താണ് ഒരു ആക്ഷൻ വേർഡിനെ ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, phrasal verbs typically combine a verb with an adverb or preposition to create a meaning independent of the original words. Okay, phrasal words എപ്പോഴും ഒരു verb അല്ലെങ്കിൽ ഒരു adverb or prepositionൻ്റെ കൂടെ ആയിരിക്കും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. എന്തിനാണ്? in order to create a meaning independent of the original words. ഒറിജിനൽ വേർഡ്സ് അല്ലാണ്ട് കറക്റ്റ് ഒരു സെൻറ്റൻസിന് ഒരു കറക്റ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് മീനിങ് ക്രിയേറ്റ് ചെയ്യാനായി ഈ phrasal verbs എപ്പോഴും ഒരു സെൻറ്റൻസിലെ വേർബ് അല്ലെങ്കിൽ അതിൻ്റെ ആഡ്വേർബ് അല്ലെങ്കിൽ കമ്പൈൻ എ വേർബ്, ഒരു വേർബിനെ ഒരു ആഡ്വേർബിനോടും ഒരു സെൻറ്റൻസിലെ പ്രിപ്പോസിഷനോടും കൂടി കമ്പൈൻ ചെയ്തായിരിക്കും ഫ്രേസൽ വർക്ക്സ് നമുക്ക് എപ്പോഴും ഒരു സെൻറ്റൻസിൽ കാണാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ വേർബ് കിക്ക് ആൻഡ് ദ പ്രിപ്പോസിഷൻ ഓഫ് കമ്പൈൻ ടു ഫോം ദി ഫ്രേസൽ വേർബ്. കിക്ക് എന്ന് പറയുന്ന ഒരു വേർബാണ്, പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓഫ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനാണ്. സോ ഈ ഒരു വേർബും ഈ ഒരു പ്രിപ്പോസിഷനും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് അതിനെ ഒരു ഫ്രേസൽ വേർബാക്കാം. എങ്ങനെയാണ്? കമ്പൈൻ ടു ഫോം ദി ഫ്രേസൽ വേർബ് കിക്ക് ഓഫ്. കിക്ക് എന്ന് പറയുന്ന ഒരു വേർബും വന്നു, ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും. ഈ ഒരു വേർബ് പ്ലസ് പ്രിപ്പോസിഷൻ ടുഗെദർ ഫോം എ ഫ്രേസൽ വേർബ്, ദാറ്റ് ഈസ് കിക്ക് ഓഫ്. കിക്ക് ഓഫ് എന്ന് വെച്ചാൽ വിച്ച് മീൻസ് ബിഗിൻ, തുടങ്ങുക എന്നാണ് ഈ ഒരു കിക്ക് ഓഫിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു വേർബ് വേണം, അതേപോലെ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഒരു പ്രിപ്പോസിഷനെയും യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ പറയാറുണ്ട് പുട്ട് ഓൺ അല്ലെങ്കിൽ പുട്ടപ്പ്, വേറെ ചെയ്യുക, പുട്ട് ഓൺ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പുട്ട് ഓൺ എക്സ്റ്റിങ്ക്യൂഷ്, കിക്ക് ഓഫ്, ഫ്രേസൽ വെർബ്. ഓക്കെ, സോ ഒരു വേർബും കാണും, അതോടൊപ്പം തന്നെ കമ്പൈൻ ചെയ്തൊരു പ്രിപ്പോസിഷനും കാണും. അങ്ങനെയാണ് ഒരു ഫ്രേസൽ വേർബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വൺ മോർ എക്സാമ്പിൾ ഈസ് പ്രൊവൈഡഡ് ഹിയർ. ഐ ആം ഗോയിങ് ടു മൂവ് ഔട്ട് നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഞാൻ അടുത്ത മന്തിൽ മൂവ് ഔട്ട് ചെയ്യുകയാണ്, ഇവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, ഐ ആം ഗോയിങ് ടു മൂവ് ഔട്ട്. സോ മൂവ് എന്ന് പറയുന്ന ആ ഒരു വേർബാണ്, ഔട്ട് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. മൂവ് ഔട്ട് എന്ന് പറയുന്നത് ആ ഒരു വേർബ് പ്ലസ് പ്രിപ്പോസിഷൻ ടുഗെദർ ഫോം എ ഫ്രേസൽ വേർബ് മൂവ് ഔട്ട്, പുറത്ത് പോവുക. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. So these are the different types of verbs. The first verb is linking verbs. The second verb is auxiliary verbs, that is called helping verbs. And the third one is modal verbs. നമ്മുടെ ability, permission, possibility, obligation ഒക്കെ കാണിക്കുന്നതാണ് modal verbs. And the last one is phrasal verb. ഒരു വേർബും അതോടൊപ്പം ഒരു പ്രിപ്പോസിഷനും കമ്പൈൻ ചെയ്തിട്ടാണ് ഫ്രേസൽ വേർബ് നമ്മൾ ഡെപിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, so now we move on to the exercise part. So the interactive part അല്ലേ. സോ എല്ലാവർക്കും ഈ ഒരു മെയിൻലി ഈ ഒരു UKVI സെഷനിൽ നിങ്ങളെല്ലാവരും തന്നെ ഈഗർലി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെഷനാണെന്ന് എനിക്കറിയാം, ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എൻ എക്സസൈസ് അല്ലേ. സോ ദിസ് ഈസ് എ സെക്ഷൻ ദറ്റ് ഈസ് ഓൺലി ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയുള്ള സെക്ഷനാണ് ഈ ഒരു എക്സസൈസ് പാർട്ട് എന്ന് പറയുന്നത്. സോ പിക്ക് ഔട്ട് ദി വേർബ്സ് ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസസ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 10 സെൻറ്റൻസസോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിലായിട്ടും കൂടി ഒരു 10 എക്സസൈസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദർ മേ ബി മോർ ദാൻ വൺ വേർബ് ഇൻ ഈ സെൻറ്റൻസ്. ഓരോ സെൻറ്റൻസിലും ചിലപ്പോൾ ഒരു വേർബായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേർബും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സസൈസസ് ഉണ്ട്. സോ ഈ ഒരു 10 എക്സസൈസസ് ഉണ്ട്. ഓരോ സെൻറ്റൻസും നിങ്ങൾ വായിക്കുക, അതിനുശേഷം യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഓർ പിക്ക് ഔട്ട് ദി വേർബ്സ്. വേർബ് കറക്റ്റായിട്ട് പിക്ക് ഔട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. There are 30 students in my class. എൻ്റെ ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, വൺ മോർ കമൻറ്റ്, റിജി ഗുഡ് മോർണിംഗ്. സോ ഒരു എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. There are 30 students in my class. എൻ്റെ ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് ഉണ്ട്. ഇതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിലെ വേർബ് എന്ന് പറയുന്നത് ആണ്. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു 10 സെൻറ്റൻസിലെ വേർബ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ ദി ഫസ്റ്റ് എക്സസൈസ് ഈസ് after the rain had stopped, the children went out to the playground. മഴ നിന്നതിന് ശേഷം, റെയിൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം കുട്ടികൾ വെൻറ്റ് ഔട്ട് ടു ദി പ്ലേ ഗ്രൗണ്ട്, കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി. ഇതാണ് ഒരു ഫസ്റ്റ് എക്സസൈസ്. സോ ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിലെ വേർബ് അല്ലെങ്കിൽ വേർബ്സ് ഏതൊക്കെയാണ്? സോ യു ക്യാൻ പിക്ക് ഔട്ട് ദി വേർബ്സ് ആൻഡ് മെൻഷൻ ഇറ്റ് ഇൻ യുവർ കമൻറ്റ് സെഷൻ. ഫസ്റ്റ് സെൻറ്റൻസിലെ വേർബ്സ് ഏതൊക്കെയാണ്?
ഓക്കെ, ആനി ജോർജ് ഫസ്റ്റ് എക്സസൈസിന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഹാഡ് അതേപോലെ വെൻഡ് ഔട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആനി, ആനി പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ബട്ട് ചെറിയൊരു എററുണ്ട്. മീൻസ് ഒരു ഹാർഡ്സ് നമ്മളിത് ടൈപ്സ് ഓഫ് വേർബ്സ് പഠിച്ചു. ഓക്കെ, നമുക്ക് വെൻഡ് ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഓക്സിലറി വേർബ് അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ഫ്രേസൽ വേർബിന് എക്സാമ്പിളായിട്ട് പറയാം അല്ലേ, വെൻഡ് ഔട്ട്. പക്ഷേ നമ്മളിവിടെ ഒരു മെയിൻ വേർബാണ് അല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് കറക്റ്റ് വേർബ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഹാഡ്, സ്റ്റോപ്ഡ്, അതേപോലെ വെൻറ്റ്, ഇതാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിലെ മെയിൻ വേർബ് എന്ന് പറയുന്നത്. ആനി പറഞ്ഞതിൽ തെറ്റാണെന്നല്ല, വെൻഡ് ഔട്ട് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഫ്രേസൽ വേർബിന് എക്സാമ്പിൾ ആണ്. ബട്ട് ഒരു മെയിൻ വേർബായിട്ട് എടുക്കാൻ പറഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസിലുള്ളത് ഹാഡ്, സ്റ്റോപ്ഡ്, അതേപോലെ വെൻറ്റ്. സോ ഫസ്റ്റ് എക്സസൈസിലെ വേർബ്സ് എന്ന് പറയുന്നത് there are two verbs are there in the first exercise, had, stopped, അതേപോലെ went. So Annie, is it clear for you? Okay, had, stopped and went are the verbs in the first exercise. So the second sentence, my sister enjoys listening to classical music. എൻ്റെ സഹോദരി ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിൽ, ശാസ്ത്രീയ സംഗീതം ലിസൺ ചെയ്യുന്നത് വളരെയധികം എൻജോയ് ചെയ്യുന്നു. മൈ സിസ്റ്റർ എൻജോയ്സ് ലിസണിങ് ടു ക്ലാസിക്കൽ മ്യൂസിക്. ഓക്കെ ആനി, താങ്ക് യു. സോ ദി സെക്കൻഡ് എക്സസൈസിലെ പിക്ക് ഔട്ട് ദി വേർബ്. My sister enjoys listening to classical music. വേർബ്സ് ഉണ്ടോ അതോ വേർബ് മാത്രമേ ഉള്ളൂ ഈ ഒരു സെക്കൻഡ് സെൻറ്റൻസിൽ? ഓക്കെ, പ്രിയ, റോബിൻ, ജോബി, റെജി, ആനി, ഈ ഒരു സെക്കൻഡ് സെൻറ്റൻസിലെ വേർബ് ഏതാണ്? ഓക്കെ, എൻജോയ്സ് അതേപോലെ ലിസണിങ് അല്ലേ ആനി, കറക്റ്റ് ആൻസർ. എൻജോയ്സ് അതേപോലെ ലിസണിങ്. ഓക്കെ, ആനി വളരെ ക്യൂരിയസ് ആയിട്ട് തന്നെ ഈ ഒരു ലൈവ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആനിക്കിത് നന്നായിട്ട് ഇഫക്റ്റീവ് ആവുന്നുണ്ട്, നന്നായിട്ട് ഈ ഒരു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എൻജോയ്സ് ലിസണിങ്, കറക്റ്റ് ആൻസർ ആനി. വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, വൺ മോർ കമൻറ്റ്, ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സോ ദി സെക്കൻഡ് വൺ ഈസ് കറക്റ്റ് ആനി. എൻജോയ്സ് അതേപോലെ ലിസണിങ് ആണ് ഈ ഒരു സെക്കൻഡ് എക്സസൈസിലെ ആൻസേഴ്സ്, വേർബ് എന്ന് പറയുന്നത്. ആൻഡ് ദി തേർഡ് വൺ, വി വിൽ വിസിറ്റ് ദ മ്യൂസിയം ടുമോറോ. ഞങ്ങൾ നാളെ മ്യൂസിയം വിസിറ്റ് ചെയ്യും. ഓക്കെ, ഐശ്വര്യ, സന്ദീപ്, ഗുഡ് മോർണിംഗ്. സോ ഈ ഒരു തേർഡ് എക്സാമ്പിൾ എക്സസൈസിലെ വേർബ് ഏതാണ്? വി വിൽ വിസിറ്റ് ദി മ്യൂസിയം ടുമോറോ. Okay, so in the third exercise, the correct answer or the verb is will visit. Okay, visit ആണ് അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു മെയിൻ verb എന്ന് പറയുന്നത്. Will visit is the will visit. Correct ആനി.
Thank you so much. Very happy especially to see your correct answers. All of your correct answers. And the fourth one, who has finished doing the exercise? ആരാണ് ഈ ഒരു എക്സസൈസ് ഫിനിഷ് ചെയ്യുന്നത്? ഹു ഹാസ് ഫിനിഷ്ഡ് ഡ്യൂയിങ് ദി എക്സസൈസ്? ഫിനിഷ് ചെയ്തത് ആരാണ്? ഹു ഹാസ് ഫിനിഷ്ഡ് ഡ്യൂയിങ് ദി എക്സസൈസ്? ഫോർത്ത് വൺ, ഓക്കെ ലക്ഷ്മി തേർഡ് വൺ ആൻസർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിസിറ്റ് കറക്റ്റ് ആൻസർ. വിസിറ്റ് അല്ലെങ്കിൽ വിൽ വിസിറ്റ്. Okay, thank you so much, Lakshmi. In order to put an effort to find out the correct answer. Fourth one le verb ഏതാണ്? Is it finished or has finished? So in the fourth one, the correct answer is has finished. Okay, finished മാത്രമല്ല has finished ആണ് ഈ ഒരു particular sentenceലെ verb എന്ന് പറയുന്നത്. And the fifth one, the tiger was shot by the hunter. The tiger was shot by the hunter. Okay, Annie, finished മാത്രമല്ലടാ, has finished is the correct answer. Fifth one, the tiger was shot by the hunter. Okay, in the fifth exercise, okay, Lakshmi, finished. Has finished is the correct answer. Was shot. Okay, Annie, correct answer, was shot. Okay, one more comment is received. Leena, good morning. Jaya Sheila, correct, was short. Correct answer. Short alla, short ana. SHOT. Jaya. Correct answer, Annie. Correct answer, Lakshmi. Jaya. Correct answer, was short. And the sixth one. The train is leaving soon. The train is leaving soon. The train is leaving soon. Which is the verb that used in this sentence? The train is leaving soon. Leena, Jaya, Annie, Lakshmi. Which is the verb used in this sentence? The train is leaving soon. So the answer is leaving alla, is leaving is the verb used in this sentence. Is leaving, correct answer. Raji, correct answer. Jaya, leaving soon. Leaving soon alla Jaya, is leaving is the correct answer. Okay. Is leaving, Annie, correct answer. Raji, is living alla, leaving. It's leaving. Thank you so much. And the seventh one, snakes are found in Saikang. Snakes are found in Saikang. And the eighth one, John occupies a very important position in the company. Ninth one, I was bathing when the telephone rang. And the 10th one, that is the woman who knows my parents. So the rest of the exercises നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റോടെ മെൻഷൻ ചെയ്യാം. ഏതൊക്കെയാണ് ആ ഒരു നമ്പർ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഏത് ആൻസർ ആണ്, ഏത് എക്സസൈസിൻ്റെ ആൻസർ ആണ് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, ലീവിങ് കറക്റ്റ് ആൻസർ. ലക്ഷ്മി ഈസ് ലീവിങ്. ആൻഡ് കെവിൻ ജോൺ, സെവൻത്ത് വൺ ആൻസർ ഫൗണ്ട് ഇൻ അല്ല കെവിൻ, ആർ ഫൗണ്ട് എന്നാണ് കറക്റ്റ് ആൻസർ. രാജി രാജേഷ്, ആർ ഫൗണ്ട് കറക്റ്റ് ആൻസർ. ആനി കറക്റ്റ് ആൻസർ.
Okay, one more comment. Achu Manoj, good morning. Sujina Joby, are found correct answer. Jaya, correct answer. Are found is the correct answer. Okay. So, 8th one. Lakshmi, Lechu, 7th one. Are found correct answer. 8th one. Which is the verb in the 8th sentence? Occupies, correct answer Annie. Raji Rajesh, correct answer occupies. So now I believe all of the topics are very much clear to you by seeing all your correct answers. 9th one. I was bathing when the telephone rang. Sujina Joby, very important ആണ് അവിടെ ആ ഒരു ആക്ഷൻ വേർഡ് എന്ന് പറയുന്നത് very important. Is it an action word? അതൊരു verb ആണോ സുജീന? 9th one, was bathing, correct answer. Occupies, correct answer Lakshmi. Annie George, was bathing, correct answer. ബട്ട് ആ ഒരു 9th എക്സസൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ആൻസർ കറക്റ്റായിട്ട് തന്നെ പറയും, was bathing. അത് മാത്രമാണോ ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിലെ വേർബ്? ഒരു വേർബ് മാത്രമാണോ അവിടെ ഉള്ളത്? അതോ മോർ ദാൻ വൺ വേർബ് ആണോ ഈ ഒരു സെൻറ്റൻസിലുള്ളത്? വാസ് ബാത്തിങ് ഈസ് ദി കറക്റ്റ് ആൻസർ, ബട്ട് ദർ ഈസ് വൺ മോർ വേർബ് ഇൻ ദാറ്റ് സെൻറ്റൻസ്. ഒരു വേർബ് കൂടിയുണ്ട് ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ. ഏതാണ്? ഐ വാസ് ബാത്തിങ് വെൻ ദി ടെലിഫോൺ റാങ്. വാസ് ബാത്തിങ്, ലക്ഷ്മി കറക്റ്റ് ആൻസർ. വാട്ട് അബൌട്ട് ദി അതർ വേർബ്? വാസ് ബാത്തിങ് അല്ലാതെ ഒരു വേർബ് കൂടിയുണ്ട്. Okay, I think Raji Rajesh 10th one ആൻസർ ഒരു ആൻസർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നോസ്, കറക്റ്റ് ആൻസർ. ആനി ജോർജ് റാങ്, കെവിൻ റാങ്. റാങ് കറക്റ്റ് ആൻസർ രാജി, കറക്റ്റ് ആൻസർ കെവിൻ, കറക്റ്റ് ആൻസർ ആനി. സോ ഒരു 9th സെൻറ്റൻസിൽ റാങ് കറക്റ്റ്ലി മോൾ. സോ 9th സെൻറ്റൻസിൽ വേഴ്സ് ബാത്തിങ്ങും റാങ്ങും. സോ ദീസ് ടു ക്യാൻ ബി കൺസിഡർഡ് ആസ് verb in this particular sentence. Okay, moving on to the last exercise. That is the woman who knows my parents. Knows is the correct answer, but avadeyum knows matramalla, there is one more verb in that sentence. Which is that? Knows-inoppam oru verb koodi a particular sentence undu. Kevin, correct answer knows, but one more verb is there. Which is that? Limol, Raji, Annie, Lakshmi, Kevin. Knows കൂടാതെ ഒരു വേർബ് കൂടി ഈ ഒരു സെൻറ്റൻസിലുണ്ട്. ഏതാണ് ആ ഒരു വേർബ്? ഈസ്, ലിമോൾ കറക്റ്റ് ആൻസർ. ലിമോൾ ജേക്കബ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈസ് ദി കറക്റ്റ് ആൻസർ. ദാറ്റ് അല്ല രാജി, ദാറ്റ് ഈസ് ദി റോങ് ആൻസർ. ഒന്നൊരു ട്രൈ ചെയ്യൂ രാജി. ആനി ജോർജ്, ഓക്കെ. ഈസ്, നോസ്, കറക്റ്റ് ആൻസർ ആനി. Thank you so much. Knows, Lakshmi. Okay, knows is the correct answer, but along with knows, one more verb is there. Is and knows. Okay. Sujina, that alla, is ആണ് correct answer. Okay. Sujina and Raji, that alla, is the correct answer. Is, അതേപോലെ knows. These are the two verbs in the last exercise. Okay. സോ ഈ ഒരു ലാസ്റ്റ് എക്സസൈസിലെ ആ ഒരു എക്സാമ്പിൾ വേർബ് എന്ന് പറയുന്നത് ഈസ്, നോസ്. 2 വേർബാണ് ലാസ്റ്റ് സെൻറ്റൻസിലുള്ളത്. ഓക്കെ, ഓക്കെ. സോ ദാറ്റ് ഈസ് എ എൻഡ് ഓഫ് അവർ എക്സസൈസ്, ടുഡേയ്സ് സെഷൻ. So now it's time to wind up today's live session of IELTS UKVI word order and sentence structure. സോ ഒരിക്കൽ കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വേർബായിരുന്നു. സോ വേർബ് എന്താണ്, വേർബ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ടൈപ്സ് ഓഫ് വേർബ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിരുന്നു, ഡിസ്ക്രൈബ് ചെയ്തിരുന്നു.
ഇനി നമ്മൾ അതേപോലെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു എക്സസൈസ് ഈ ഓരോ എക്സസൈസ് ഒരു 10 എക്സസൈസസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ഒരു വേർബ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടാസ്ക് അല്ലേ. സോ എല്ലാവരും തന്നെ വളരെ ഇൻട്രാക്റ്റീവായിട്ട് തന്നെ കറക്റ്റ് ആൻസേഴ്സ് തന്നെയാണ് എല്ലാവരും. ഈവൻ ഒരു ആൻസർ തെറ്റായിട്ടുള്ളവർ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു എഫേർട്ട് ഇട്ടു. അതിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു ലീമോൾ, താങ്ക് യു കെവിൻ, താങ്ക് യു ലക്ഷ്മി, താങ്ക് യു സുജീന ആൻഡ് താങ്ക് യു രാജി, താങ്ക് യു സുജീന. ഓക്കെ, സോ ഇന്ന് ഈ ഒരു ലൈവ് സെഷനിലൂടെ ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷനിലൂടെ ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ്, ഇത്രയും കറക്റ്റ് ആൻസേഴ്സ്, അതേപോലെ ഇത്രയും പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വൺസ് അഗെയിൻ thank you. So once again, this is me Devika from Tiju's Academy. So let's wait some more time for another interesting session of IELTS UKVI word order and sentence structure. So thank you so much everyone. Have a nice day all of you. Thank you.